തിണ്ണൻ നിഷ്കളങ്കനായിരുന്നു. പ്രകൃതി ശാസ്ത്രങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം കാട്ടിൽ ഒരു ശിവലിംഗം കണ്ടപ്പോൾ അത് തനിക്കും വിശന്നുവെന്നും ദൈവം തോന്നി. ആ നിമിഷം തന്നെ തിണ്ണൻ ശിവനെ തന്റെ ദൈവമായി സ്വീകരിച്ചു. പകൽ മുഴുവൻ കാട്ടിൽ വേട്ടയാടി, വേട്ട കഴിഞ്ഞു മടങ്ങിയെത്തുമ്പോൾ രാത്രിയുടെ അന്ധകാരത്തിൽ ശിവലിംഗത്തിന് അടുത്ത് വരുമായിരുന്നു. തിണ്ണന്റെ ഭക്തി സവിശേഷമായിരുന്നു. അദ്ദേഹം സ്വർണമുഖി നദിയിൽ നിന്ന് വായിൽ വെള്ളമെടുത്ത് വന്ന് ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുമായിരുന്നു. കൂടാതെ ഭക്ഷണം നൽകാനായി താൻ വേട്ടയാടി കിട്ടിയതിൽ നിന്ന് ഏറ്റവും മികച്ച മാംസം സമർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ക്ഷേത്രത്തിലെ പൂജാരി കണ്ണപ്പ രാവിലെ വരുമ്പോൾ ശിവലിംഗത്തിൽ മാംസകഷ്ണങ്ങളും എച്ചിലും കണ്ടു. പൂജാരി ഈ അശുദ്ധമായ പൂജയും വളരെ സുഖിതനായിരുന്നു. കൂടാതെ ശിവലിംഗം ആവർത്തിച്ച് വൃത്തിയാക്കി. അവൻ ദൈവത്തോട് ഈ വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു. അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ ഭഗവാൻ ശിവൻ പൂജാരിക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി. പേടിക്കേണ്ട, നാളെ നിങ്ങൾ ഒളിഞ്ഞിരുന്ന് കാണുക. ഞാൻ ആ ഭക്തന്റെ യഥാർത്ഥ ഭക്തി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അടുത്ത രാത്രി പൂജാരി ഒളിഞ്ഞിരുന്ന് കണ്ടു. കണ്ണപ്പ പതിവ് പോലെ തന്റെ പൂജ ചെയ്യാൻ വന്നു. അപ്പോഴാണ് ശിവലിംഗത്തിന്റെ വലത് കണ്ണിൽ നിന്ന് പെട്ടെന്ന് രക്തം ഒഴുകാൻ തുടങ്ങിയത്. കണ്ണപ്പ ഭയന്നുപോയി. അദ്ദേഹം പച്ചമരുന്നുകൾ വെച്ചു, പക്ഷേ രക്തസ്രാവം നിന്നില്ല. ഒടുവിൽ ആ നിരക്ഷരനായ ഭക്തന് ഒരേയൊരു വഴി മാത്രമേ തോന്നി: കണ്ണിന് പകരം കണ്ണ്. ഒരു വേദനയോ മടിയോ ഇല്ലാതെ അദ്ദേഹം തന്റെ അമ്പെടുത്ത് വലത് കണ്ണ് പുറത്തെടുത്ത് ശിവലിംഗത്തിന്റെ കണ്ണിൽ വെച്ചു. അത്ഭുതം! രക്തസ്രാവം ഉടൻ നിന്നു. എന്നാൽ അപ്പോൾ തന്നെ ശിവലിംഗത്തിന്റെ ഇടത് കണ്ണിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. കണ്ണപ്പയ്ക്ക് മനസ്സിലായി, ഇനി തന്റെ രണ്ടാമത്തെ കണ്ണും നൽകേണ്ടി വരും. എന്നാൽ അദ്ദേഹം ചിന്തിച്ചു, രണ്ടാമത്തെ കണ്ണ് എടുത്തു കഴിഞ്ഞാൽ ശരിയായ സ്ഥലത്ത് എവിടെയാണ് കണ്ണ് വെക്കേണ്ടതെന്ന് ഞാൻ എങ്ങനെ കാണും? അങ്ങനെ തന്റെ രണ്ടാമത്തെ കണ്ണ് എടുക്കുന്നതിനു മുൻപ് ശിവലിംഗത്തിന്റെ കണ്ണ് തിരിച്ചറിയാനായി അദ്ദേഹം തന്റെ കാൽ ശിവലിംഗത്തിൽ വെച്ചു. ഭക്തിയുടെ ഈ പരമമായ ത്യാഗം കണ്ട് പൂജാരി ഞെട്ടിപ്പോയി. ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായി. അദ്ദേഹം കണ്ണപ്പയെ കെട്ടിപ്പിടിക്കുകയും മോക്ഷം നൽകുകയും ചെയ്തു.